തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമേ, ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ തിരുമുമ്പാകെ അടുത്തു വരുന്നു. സഭയായി അടുത്തു വരുന്നു. സീനിയർ സിറ്റിസൺസായി അടുത്തു വരുന്നു. ഇന്ന് ഞങ്ങൾ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം അനേകർക്ക് അനുഗ്രഹമായി തീരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവികമായ എല്ലാ കൃപകളാലും ഞങ്ങളെ ഈ ദിവസങ്ങളിൽ, ഈ നോയമ്പിൻ്റെ കാലയളവിൽ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ, വ്യക്തികളായി, സഭയായി എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ വ്യക്തികളുടെ മേലും, ഭവനങ്ങളുടെ മേലും, കുഞ്ഞുങ്ങളുടെ മേലും, മാതാപിതാക്കളുടെ മേലും, സഭയുടെ മേലും, ഞങ്ങളുടെ സഭാ ശുശ്രൂഷകരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരു നോയമ്പ് കാലത്തുകൂടി നമ്മൾ കടന്നു പോവുകയാണ്. വേദപുസ്തകത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പുസ്തകം സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 23, 51, 90, 121 എന്നീ സങ്കീർത്തനങ്ങളാണ്. ഇന്ന് നമ്മളുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 51-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യമാണ്. ദൈവത്തിൻ്റെ ഹന്യാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ബ്യൂട്ടി ഓഫ് എ ബ്രോക്കൺ ഹാർട്ട്. നുറുങ്ങിയ ഹൃദയത്തിൻ്റെ സൗന്ദര്യം. നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തിന് എവിടെയാണ് സൗന്ദര്യം? ഇതൊരു കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും അവസ്ഥയല്ലേ? നമ്മളുടെ ചുറ്റിലും നാം ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകം സംഭവങ്ങൾ ഹൃദയം നുറുങ്ങിയ സംഭവങ്ങളല്ലേ? കണ്ണീരിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളല്ലേ? എത്ര ആത്മഹത്യകൾ, എത്രയെത്ര കൊലപാതകങ്ങൾ. ഒന്നോർക്കണം, ഇതിൻ്റെയൊക്കെ പുറകിൽ അനേകം നുറുങ്ങിയ ഹൃദയങ്ങൾ ഉണ്ട്. ഈ നുറുങ്ങിയ ഹൃദയങ്ങൾ എങ്ങനെ സൗന്ദര്യമുള്ളതാക്കാം? ഈ ഒടിഞ്ഞ അസ്ഥികൾ എങ്ങനെ ഉല്ലസിക്കാം? ഈ കൂരിരുൾ താഴ്വരയിലെ അന്ധകാരം എങ്ങനെ പ്രകാശമാക്കാം? അതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനം 71-20 ഇപ്രകാരം വായിക്കുന്നു: ഉടഞ്ഞവർ അനേകരാണ്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഇസ്രായേലിൻ്റെ ഏറ്റവും വീരനായ രാജാവ്, അനേകം യുദ്ധങ്ങൾ ജയിച്ച രാജാവ് നാഥാൻ പ്രവാചകൻ ആ രാജസന്നിധിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു: ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിന് മറുപടി പറയുവാൻ ഒന്നുമില്ല. നീ മരണയോഗ്യൻ. നാഥാൻ പറഞ്ഞു, നീ മരണയോഗ്യൻ. ദാവീദിന് ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ക്ഷമ ചോദിക്കുക. തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ ദാവീദിൻ്റെ വാക്കുകളാണ് 51-ാം സങ്കീർത്തനം. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പല ഭവനങ്ങളിലും നമ്മളുടെ ചുറ്റുപാടിലും ഇന്ന് അനേകർ നുറുങ്ങിയ ഹൃദയവുമായി ഉടഞ്ഞ അവസ്ഥയിലുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടാകാം.
രോഗങ്ങൾ കൊണ്ടാകാം, വേർപാട് കൊണ്ടാകാം, സാമ്പത്തിക പ്രയാസം കൊണ്ടാകാം, ജോലിസ്ഥലത്തെ പ്രശ്നം കൊണ്ടാകാം, ബന്ധുമിത്രാദികൾ തമ്മിലുള്ള പ്രശ്നമാകാം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാകാം. കാരണങ്ങൾ പലതാകാം. എന്നാൽ ഇതിൻ്റെ എല്ലാം പരിഹാരം ഒന്നാണ്. താഴ്മയോടെ, അനുതാപത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമ്മളുടെ ഓരോ വേദനകളെയും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, അനുഗ്രഹങ്ങൾ നടക്കും, വിടുതൽ നടക്കും, ഒടിഞ്ഞ അസ്ഥികൾ ഉല്ലസിക്കും. സങ്കീർത്തനം 34:18 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഉടഞ്ഞവർ അനേകരാണ്, എന്നാൽ ഉടച്ചു വാർക്കപ്പെട്ടവർ ചുരുക്കമാണ്. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഉടഞ്ഞ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം പ്രൈഡ് തന്നെയാണ്. നമ്മളുടെ വാശി, നമ്മളുടെ ദേഷ്യം, പക, വിദ്വേഷം, അസൂയ, വൈരാഗ്യം ഇതെല്ലാം നമ്മളുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വീരനായ രാജാവ് സകലത്തെയും മറന്ന് സ്വയം പൊടിയോളം താഴ്ത്തി പറയുകയാണ്: എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. ദൈവം യോനയെ നിനവയിലേക്ക് അയക്കുന്നു. യോന വിളിച്ചു പറഞ്ഞു: നിനവ പട്ടണം മുഴുവൻ നശിക്കുവാൻ പോകുന്നു. നിനവക്കാർ അത് വിശ്വസിച്ചു. ആ ബാലവൃദ്ധം രട്ടുടുത്ത് വെണ്ണീറിലിരുന്നു. വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം മാറിപ്പോയി. എന്നാൽ സൊദോം ഗോമോറയെ അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. പ്രയർ ചേഞ്ചസ് തിങ്സ്. ഗോഡ് ഈസ് നെവർ ടു ബിസി. പ്രാർത്ഥന എല്ലാത്തിനെയും വ്യത്യസ്തമാക്കുന്നു. നുറുങ്ങിയ ഹൃദയവുമായി ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങുകയായി. നമ്മളുടെ ചുറ്റുപാടുകളല്ല മാറുന്നത്. യേശു നമുക്കൊരു പ്രോമിസ് തന്നിട്ടാണ് പോയത്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങൾക്ക് തരുന്നു. രണ്ടാമത്, ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള ആത്മബലം നമുക്ക് ലഭിക്കുന്നു. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഉടച്ചു വാർക്കലിൻ്റെ സൗന്ദര്യം. മാനുഷിക ബുദ്ധിക്കപ്പുറം ഒളിവാക്കപ്പെടുന്ന ഒരു സൗന്ദര്യം. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു ക്രിസ്തീയ ഭവനം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, 12 വയസ്സുള്ള ഒരു മകൻ. ഇവരുടെ മാതാവ് ആലീസ്, പിതാവ് ജോണ്. ജോണിന് പട്ടണത്തിൽ ഒരു ചെറിയ ജോലിയുണ്ട്. അവരുടെ പിതാവ് ആണ് കുട്ടിയപ്പൻ. കുട്ടിയപ്പൻ നല്ല അധ്വാനിയാണ്. വയസ്സ് 60 ആണെങ്കിലും ഇപ്പോഴും പണി ചെയ്തുകൊണ്ടേയിരിക്കും. കൂലി വാങ്ങും. 2 പെഗ് കഴിച്ചിട്ടേ വീട്ടിൽ വരികയുള്ളൂ. 2 പെഗ് കഴിച്ച ശേഷം ബാക്കിയുള്ള കാശിന് കപ്പ, മീന്, കോഴിയൊക്കെ വാങ്ങി രാത്രിയിൽ വീട്ടിൽ കൊണ്ടുവരും. ജോണിന് പട്ടണത്തിലാണ് ജോലി. ആഴ്ചയിൽ ഒരിക്കൽ സാറ്റർഡേ മാത്രമേ വരികയുള്ളൂ. മൺഡേ മോർണിംഗ് തിരിച്ചു പോകും. കുട്ടിയപ്പൻ വാങ്ങിക്കൊണ്ടുവരുന്ന മീനും ചിക്കനും ഒക്കെ ആലീസ് വേഗം കുക്ക് ചെയ്ത് ഒരു 9 മണിയാവുമ്പോഴേക്ക് അത്താഴത്തിന് മുമ്പ് എല്ലാവരും കൂടി ഇരുന്ന് ഒരു പ്രാർത്ഥന നടത്തും. ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കുട്ടിയപ്പൻ മേശപ്പുറത്ത് താളമടിച്ച് പാട്ട് പാടും. ചിലപ്പോൾ അടുക്കളയിൽ ചെന്ന് കറിയുടെ ടേസ്റ്റൊക്കെ നോക്കും. ചില നേരം പോക്കുകൾ പറയും. അത്താഴം കഴിഞ്ഞാൽ കിടന്നുറങ്ങും. ആർക്കും ഒരു ശല്യവുമായി ഒന്നും ചെയ്യാറില്ല. ഒരു ദിവസം കൊച്ചുമകൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറേ കുട്ടികൾ കവലയിലിരുന്ന് അവളെ കളിയാക്കി. ദേ കണ്ടേ, ആ കുടിയൻ കുട്ടിയപ്പൻ്റെ കൊച്ചുമകളല്ലേ ഇത്. കുട്ടിയപ്പൻ കൾഷാപ്പിൽ പാട്ടുപാടി ബഹളമുണ്ടാക്കിയ ഒരു ദിവസമാണ് അത്. ഈ കമന്റ് അവൾക്ക് സഹിക്കുവാൻ സാധിച്ചില്ല. അവൾ വീട്ടിലെത്തി അമ്മ ആലീസിനോട് സംഭവം പറഞ്ഞു. ആലീസ് മകളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, നീ അത് കാര്യമാക്കേണ്ട, വിട്ടുകളയുക. എന്നാൽ ഈ കമന്റ് അടി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഈ ആളുകൾ വളരെ അധികം മോശമായി ഈ കുട്ടിയപ്പൻ്റെ കുടിയെപ്പറ്റി ഈ മകളോട് പറഞ്ഞവളെ കളിയാക്കി. ചിരിച്ചു കളിച്ച് നടന്ന കുട്ടി ഹൃദയവേദനയോടെ ഭവനത്തിലെത്തി ഉച്ചത്തിൽ കരഞ്ഞു. ഈ കരച്ചിൽ ആലീസിന്റെ സമനില തെറ്റിച്ചു. തന്റെ ഭർത്താവ് ഇവിടെയില്ല.
ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആ സ്ത്രീ തീരുമാനിച്ചു. 7 മണിയോടെ കുട്ടിയപ്പൻ 2 പെഗ് കഴിച്ചിട്ട് കുറച്ച് മീനുമായി ഭവനത്തിലേക്ക് കടന്നു വന്നു. മോളെ ആലീസേ, ദാ ഈ മീനൊന്ന് കറി വെക്കണം. പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ആലീസ മീൻ വാങ്ങി ദൂരേക്ക് ഒരേറ് കൊടുത്തു. എന്നിട്ട് കയർത്ത് പറഞ്ഞു, കുടിച്ചിട്ട് ഈ വീട്ടിൽ കയറാൻ പറ്റുകയില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് കാണുന്നതാണ് നിങ്ങളുടെ ഈ കുടി. ഇത് ഇന്നുകൊണ്ട് നിർത്തിക്കോണോ? അങ്ങനെ. ഈ വാക്കുകൾ കുട്ടിയപ്പനെ ക്രുദ്ധനാക്കി. നീ ആരാടി എന്നോട് ചോദിക്കാൻ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നതല്ലല്ലോ. ഈ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിൽ കയറാൻ എനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബം സമാധാനം മുഴുവനും പോയി. ആരും ആരോടും ഒന്നും മിണ്ടുന്നില്ല. കുട്ടിയപ്പനും റാഹേലും കൂടി ഒരു മുറിയിൽ, ആലീസും മക്കളും മറ്റൊരു മുറിയിൽ. അന്ന് ആ വീട്ടിൽ പ്രാർത്ഥന നടന്നില്ല. ആരും ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും ഉറങ്ങി. കാലത്ത് പതിവ് പോലെ ആലീസ് കാപ്പി എടുത്ത് വെച്ചിട്ട് വിളിച്ചു, അപ്പച്ചാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ആലീസ് മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലേക്ക് പോയി തുടങ്ങി. മക്കളെ വിട്ട ശേഷം ആലീസ് നോക്കിയപ്പോൾ കാപ്പി അവിടെ തന്നെ ഇരിക്കുന്നു. ആലീസ് അമ്മയോട് ചോദിച്ചു, അപ്പനെന്താണ് കാപ്പി കുടിക്കാതെ പോയത്? റേച്ചൽ പറഞ്ഞു, അപ്പന് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് പണിക്ക് പോയി. ആലീസിന്റെ മനസ്സ് കലങ്ങി തുടങ്ങി. അന്ന് വൈകിട്ട് കുട്ടിയപ്പൻ ഭവനത്തിലെത്തി. ആദ്യമായി കുടിക്കാതെ മുറിയിൽ പോയി. കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഭവനത്തിൽ മൂകത മാത്രം. 9 മണിക്ക് അത്താഴത്തിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വിളിക്കുവാൻ ചെന്ന ആലീസ് കണ്ടത് താളം പിടിച്ച് ചിരിച്ചുകൊണ്ട് പാട്ടുപാടുന്ന ഒരു അപ്പനെയല്ല, മറിച്ച് മേശമേൽ കുമ്പിട്ടിരുന്ന് കരയുന്ന ഒരു മനുഷ്യനെയാണ്. വിങ്ങുന്ന ഹൃദയത്തോടെ ആലീസ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ ഇതിന് തുല്യമായ സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? മക്കൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കാറില്ല. അമ്മായിയമ്മമാർക്ക് ചിലപ്പോൾ വിശക്കാറില്ല. നാത്തൂന്മാർക്ക് സംസാരിക്കുവാൻ സമയമില്ല. സംസാരിക്കാൻ വാക്കുകളില്ല. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ മിണ്ടുകയില്ല. സഹോദരന്റെയും സഹോദരിയുടെയും ഇടയിൽ ഒരു വലിയ മതിൽ. ഇവിടെ ആരാണ് തെറ്റുകാർ? ചെറുപ്പം മുതൽ അധ്വാനിച്ചൊരു കുടുംബത്തെ വളർത്തി ഭവനമുണ്ടാക്കി ഇപ്പോഴും സ്വന്തം അധ്വാനത്തിൽ നിന്ന് അല്പം മദ്യപിക്കുന്നു. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ആരോടും വഴക്കിനെ പോകുന്നില്ല. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കുന്നൊരപ്പൻ. ആ അപ്പനോട് മരുമകൾ പറയുകയാണ്, കുടിച്ചിട്ട് ഈ വീട്ടിൽ കയറരുത്. മറുവശത്ത് ആലീസ് ജോണിനെ കല്യാണം കഴിച്ചു വന്ന സമയം മുതൽ കാണുന്നത് ഈ അപ്പൻ്റെ ദിവസമുള്ള ഈ കുടിയാണ്. 365 ദിവസവും അദ്ദേഹത്തിന് കുടിക്കണം. കൊച്ചുമക്കൾ ഇത്രയും പ്രായമായില്ലേ? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നാട്ടുകാർ എൻ്റെ മക്കളെ കാണുന്നത് ഒരു കുടിയൻ്റെ കൊച്ചുമക്കൾ എന്നല്ലേ? ഒരു കല്യാണാലോചന വന്നാൽ നാട്ടുകാർ പറയുവാൻ പോകുന്നത് ഇതല്ലേ? ആരാണ് ശരി, ആരാണ് തെറ്റ്? സമാധാനത്തിനും സന്തോഷത്തിലും വരുന്ന ഒരു കുടുംബത്തിൻ്റെ സമനില മുഴുവൻ തെറ്റി. എല്ലാവരും ഇന്ന് ക്ഷീണിതരാണ്. നുറുങ്ങിയ ഹൃദയവുമായി എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ താളം തെറ്റിയ 2-3 ജീവിതങ്ങൾ. അതാണ് ഇന്നത്തെ അവസ്ഥ. പല ക്രിസ്തീയ ഭവനങ്ങളിലും ശരിയായ അവസ്ഥ ഇതല്ലേ? പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. വലിയ വീട്, കാറുകൾ, സമൂഹത്തിൽ പേര്, പള്ളിയിൽ നല്ല സ്ഥാനം. എന്നാൽ പല ഹൃദയങ്ങളും നുറുങ്ങിയ കഷ്ണങ്ങളുമായിട്ടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ദിവസം കുട്ടികൾ സ്കൂളിലേക്ക് പോയി. കുട്ടിയപ്പൻ ഭക്ഷണം കഴിക്കാതെ ജോലിസ്ഥലത്തേക്ക് പോയി. ആലീസ് തൻ്റെ അടുക്കളയിലെ പണികൾ തീർത്തു. മുറിയിൽ കയറി കുറച്ചു നേരം കരഞ്ഞു. ബൈബിൾ എടുത്ത് 51 സങ്കീർത്തനം 1-2 ആവർത്തി വായിച്ചു. 17 വാക്യം ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവളുടെ ബുദ്ധിയാണ് അവളുടെ ഹൃദയത്തെ നിയന്ത്രിച്ചിരുന്നത്. ആ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിയെ ഒരു സമാധാനം അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് അത് ബുദ്ധിയെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി. കുട്ടിയപ്പൻ അന്നും പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. കള്ളുഷാപ്പിൽ കയറിയില്ല. പകരം വഴിയിലുള്ള ഒരു കുരിശിൻ തൊട്ടിയുടെ അടുത്ത് ചെന്ന് കുറച്ച് മെഴുകുതിരി വാങ്ങി അത് കത്തിച്ചു. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടു.
തിരികെ ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ ആലീസ് ഓടിച്ചെന്ന് കുട്ടിയപ്പൻ്റെ കാലുകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പാ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ ബുദ്ധിയില്ലാതെ പറഞ്ഞു പോയതാണ്. കുട്ടിയപ്പൻ മകളെ കെട്ടിപ്പിടിച്ച് ഉയർത്തി. നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ കുടിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ആലീസും അപ്പനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എൻ്റെ സ്വന്തം അപ്പനേക്കാൾ എത്രയോ വലിയ സ്നേഹമാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ കരച്ചിലിലും സന്തോഷത്തിലും ആ കുടുംബം മുഴുവൻ ചേർന്നു. ചിതറിപ്പോയ ഹൃദയത്തിൻ്റെ കഷ്ണങ്ങൾ മുഴുവനും പഴയതിലും ബലവത്തായി ദൈവകൃപയിൽ ചേർക്കപ്പെട്ടു. ഇതൊരു കഥയായിരിക്കാം, പക്ഷേ ഒരു വലിയ സത്യം ഈ കഥയിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് ഹൃദയങ്ങളെ നുറുക്കി ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത് തീർച്ചയായും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നുറുങ്ങിയ ഹൃദയത്തോടെ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രവാചകനെ ലഭിച്ചു. മാർത്തയും മറിയയും തങ്ങളുടെ സഹോദരന്റെ മരണത്തിൽ തകർന്നുപോയി. യേശു പോലും കണ്ണുനീർ വാർത്തു. അപ്പോൾ ലാസർ ഉയർത്തപ്പെട്ടു. ഒരു കനാന്യ സ്ത്രീയുടെ നിലവിളി, ഹൃദയം നുറുങ്ങിയുള്ളൊരു നിലവിളി. യേശുവിൻ്റെ മുമ്പിൽ അവൾ താഴ്ത്തി നമസ്കരിക്കുന്നു. ആ കനാന്യ സ്ത്രീയുടെ ഹൃദയഭേദകമായ നിലവിളിയും ഉറച്ച വിശ്വാസവും അവളുടെ മകളുടെ പൂർണ്ണ സൗഖ്യത്തിന് കാരണമായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നുറുക്കപ്പെടലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഇതാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നാം നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇതാണ് തകർച്ചയിലെ വിടുതൽ, അന്ധകാരത്തിലെ പ്രകാശം, വേദനയിലെ സന്തോഷം. ഇതാണ് നുറുങ്ങിയ ഹൃദയത്തിൻ്റെ സൗന്ദര്യം, സകല ബുദ്ധിക്കും അപ്പുറത്തുള്ള സൗന്ദര്യം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾ കേൾപ്പിച്ച ഈ വചനത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പകർന്നു തരുവാൻ തക്കവണ്ണം നിന്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നുറുങ്ങിയ ഹൃദയത്തോടെ തിരുസന്നിധിയിലിരിപ്പാൻ ഈ നോയമ്പിൻ്റെ കാലത്ത് ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുമായി ചേരുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനെയെല്ലാം കർത്താവ് നിന്റെ ദിവ്യമായ സമാധാനം നൽകി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോയമ്പിൻ്റെ സമയം ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചിലധികമായ കൃപകളാൽ ഞങ്ങളെ നടത്തി പാലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.